ചെന്താമര എന്ന കൊടുംകുറ്റവാളിയുടെ കാര്യത്തിൽ കേരള പോലീസിന് വീഴ്ച പറ്റി. അത് പോലീസ് സമ്മതിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യം. പക്ഷേ 2019 ഒരു കൊല നടത്തിയ പ്രതി വീണ്ടും ജാമ്യ വ്യവസ്ഥകൾ തെറ്റിച്ചുകൊണ്ട് കറങ്ങി നടന്ന സമയത്ത് അയാൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വീണ്ടും നാട്ടുകാർക്ക് ദോഷമെന്ന് കണ്ട് അവർ വീണ്ടും പെറ്റീഷൻ കൊടുക്കുകയും അതിന് നടപടിയൊന്നും ഉണ്ടാകാതെ ഇരുന്ന സാഹചര്യത്തിൽ അയാൾ വന്ന് രണ്ടുപേരെ കൂടെ ആദ്യം കൊന്ന ആ സ്ത്രീയുടെ ഭർത്താവിനെയും അതുപോലെ തന്നെ പ്രായമായ ഒരു അമ്മേനെയും വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിപ്പം വീഴ്ച പോലീസിൻ്റെതാണ്, കേരള പോലീസിൻ്റെ. ഇങ്ങനെയുള്ള കൊടും കുറ്റവാളികളെയൊക്കെ പുറത്തേക്ക് പറഞ്ഞു വിടുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വിലപ്പെട്ട ഓരോ ജീവനാണ് നഷ്ടപ്പെടുന്നത്. ഇയാൾ കുറ്റവാളിയാണോ അതോ മാനസിക രോഗിയാണോ എന്നുള്ളത് ഇനി ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. അതിനുശേഷം ഒളിവിൽ പോയ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. 2 ദിവസം കാട്ടിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ അന്വേഷിച്ച് അവസാനം വേഷം വലഞ്ഞപ്പോൾ തിരികെ എത്തിയ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. പ്രതിയെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്ത് നേട്ടം? കിട്ടിയ ഉടനെ അവന് തന്നെ പറയാം, അവന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ കേരള പോലീസ് കാണിച്ച ആ ഒരു മനസ്സിനെ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. പച്ചവെള്ളം കൊടുക്കരുതായിരുന്നു. അവന് വിശന്ന് നാശമാകേണ്ട ഒരു അവസ്ഥയാണ്. അന്നേരം ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോയത്. ആ പെങ്കൊച്ച്, അതായത് മരിച്ചുപോയ ആളുടെ മകളുടെ കണ്ണുനീര് കരച്ചിൽ എന്താണെന്ന് കണ്ടതാണ്. ഇനിയിപ്പം ആ പെൺകുട്ടി പറഞ്ഞ് ഞാൻ ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, എനിക്ക് ആരാ ഉള്ളതെന്നുള്ള ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ ഈ കേരള സമൂഹം തന്നെ ഇങ്ങനെ തലവനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. സംരക്ഷിക്കപ്പെടേണ്ട ആളുകൾ അല്ലെങ്കിൽ സംരക്ഷണം തരേണ്ട ആളുകൾ സംരക്ഷണം തരാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക സാഹചര്യങ്ങളാണ് ഇതൊക്കെ. പ്രത്യേക സാഹചര്യമല്ല, ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ. ഇത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇനിയും സംഭവിക്കാൻ കാരണം നമുക്ക് സംരക്ഷണം തരേണ്ടത് നമ്മുടെ കേരള പോലീസ് അധികൃതരാണ്. പോലീസുകാരാണ് നമുക്ക് സംരക്ഷണം തരേണ്ടത്. അങ്ങനെയുള്ള ഒരു ഉദാസീനത കാണിക്കുമ്പോൾ, അതായത് അവർ ലാഘവത്തോടു കൂടി കാര്യങ്ങൾ എടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരള പോലീസിനോടാണ്. അത് കേൾക്കോ ഇല്ലയോ എന്നറിയത്തില്ല. നിങ്ങൾ വഴിയെ പോകുന്ന ആളുകൾ, അതായത് ഹെൽമെറ്റ് ഇല്ല, അല്ലെങ്കിൽ വണ്ടിയുടെ ലൈസൻസ് ഇല്ല, ബുക്കില്ല, പേപ്പറില്ല എന്നും പറഞ്ഞു വഴി സൈഡിൽ കൂടെ നിന്ന് എവിടെയെങ്കിലും പാത്തും പതുങ്ങി നിന്നിട്ട് വഴിയെ പോകുന്ന പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് പൈസ പിഴിഞ്ഞെടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പൈസ പിഴിഞ്ഞെടുക്കുന്ന പിഴ കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെയുള്ള ആളുകളെ പിടിക്കാനും നിങ്ങളുടെ ഒരു മാസത്തെ കോട്ട നിറയ്ക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്നത് കാണാറുണ്ട്. വഴിയെ പോകുമ്പോൾ ഒരു കാര്യമില്ലാതെ ചിലപ്പോൾ പിടിച്ചു നിർത്തി വിരട്ടലും കാര്യങ്ങളും. ആ ഒരു വിരട്ടലും കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി വിഷയമുള്ള ആൾക്കാരെ പിടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. പകരം ഇങ്ങനെയുള്ള സില്ലി കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മാസം കോട്ട തേക്കാനൊക്കെ ആയിട്ട് വഴിയെ പോകുന്ന വണ്ടി പിടിക്കാനും അതിനൊക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ വഴി നിൽക്കുമ്പം അകത്ത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. അപ്പം കേരള പോലീസ് ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം. നമുക്ക് അറിയാം, ഇത്തവണത്തെ രാഷ്ട്രപതിയുടെ മെഡൽ വാങ്ങിയ കുറച്ച് നല്ല പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരോട് ബഹുമാനം തന്നെയാണ്. അവർ ചെയ്ത ജോലിക്കുള്ള ഒരു എന്താ പറയുക അംഗീകാരമായിട്ടാണ് അതിനെ കാണുന്നത്. പക്ഷേ അങ്ങനെയുള്ള നല്ല പോലീസുകാരുള്ള സാഹചര്യങ്ങളിൽ പോലും ഇതുപോലെയുള്ള ചെയ്യുന്ന തൊഴിലിൽ വീഴ്ച വരുത്തുന്ന പോലീസുകാർ ഇപ്പോഴും കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകളുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെന്താമരയും അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവും ശവനാറിയും ഒക്കെ ഇങ്ങനെ പൂത്ത് അല്ലെങ്കിൽ തളിർത്ത് നിൽക്കുന്നത്. ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലല്ലേ പ്രശ്നം ഉണ്ടാകും എന്നുള്ള സാഹചര്യങ്ങൾ കാണുകയാണെങ്കിൽ അതനുസരിച്ച് എന്തെങ്കിലും പരാതി കിട്ടുകയാണെങ്കിൽ കൃത്യമായിട്ട് അത് അന്വേഷിക്കാനും അതിനുള്ള നടപടി സ്വീകരിക്കാനും കേരള പോലീസ് തയ്യാറാകണം. നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് സേവനങ്ങളെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള വീഴ്ചകളുണ്ടാകുമ്പം അത് മുതലെടുക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇനിയും ചെന്താമരകൾ ഉണ്ടാകാതിരിക്കട്ടെ. അതിന് കേരള പോലീസ് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ ഒന്നുകൂടെ ആർജവത്തോടു കൂടി നിൽക്കണം.